വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത്. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ് ഞാൻ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രാരംഭത്തിൽ തന്നെ. അത് 2 തിമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. 2 തിമോഥെയോസ് 3-ന്റെ 16-ഉം 17-ഉം. ഒന്ന് മലയാളത്തിലൊന്ന് വായിച്ച് സഹായിച്ചാലും. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. ഞാൻ അതുകൊണ്ട് അത് വിശദീകരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതാണ് ദൈവവചനം സിസ്റ്റമാറ്റിക്കലി പഠിക്കുന്നതിൻ്റെ പ്രയോജനം. നാം തികഞ്ഞവരാകണം. വി ഷുഡ് ബി ഫുള്ളി എക്വിപ്ഡ് ആൻഡ് thoroughly ഫർണിഷ്ഡ് ഫോർ ഓൾ ഗുഡ് വർക്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. സകല സൽപ്രവൃത്തിക്കും വക പ്രാപിക്കേണ്ടതിന് അത് പ്രയോജനമുള്ളതാകുന്നു. 4 ദിശയിലാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. ഒന്ന്, ഉപദേശത്തിന്, സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത്, തിരുവചനം നമ്മെ ശാസിക്കുന്നു. മൂന്നാമത്തേത്, ശാസിക്കുക മാത്രമല്ല, അവിടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അത് നമ്മളെ ബോധ്യപ്പെടുത്തി അത് നമ്മെ ഗുണീകരിക്കുന്നു. ഇറ്റ് ഈസ് കറക്റ്റിംഗ് അസ്. അതിനോടൊപ്പം തന്നെ നാലാമത്തേത് നമ്മളവിടെ കാണുന്നത്, അത് നീതിയുടെ അഭ്യാസത്തിന് വേണ്ടിയും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് തിരുവചനം പഠിക്കുക, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, വായിക്കുകയല്ല, പഠിക്കുക. രണ്ടാമത്തേത്, കുടുംബമായിട്ട് നമ്മൾ തിരുവചനം പഠിക്കുക. നമ്മുടെ കുടുംബ യാഗപീഠത്തിൽ, അത് പ്രഭാതത്തിലും രാത്രിയിലും 2 നേരവും നമ്മൾ പഠിക്കാൻ വേണ്ടി, അത് 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ്, 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ്, അല്പം കൂടി സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമയം എടുക്കണം. കുടുംബമായിട്ട് നമ്മുടെ കുടുംബ യാഗപീഠത്തിൻ്റെ ചുറ്റിലിരിക്കുമ്പോൾ, കുടുംബത്തിൻ്റെ കുലപുരോഹിതനായിരിക്കുന്നത് കുടുംബത്തിൻ്റെ നാഥനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് തിരുവചനം ധ്യാനത്തോടുകൂടി പഠിക്കുക. അതിനുശേഷമാണ് സഭയായിട്ട് നാം കടന്നു വന്ന് പ്രാർത്ഥിക്കണം. പ്രിയരാഴ്ച ഓർമ്മിപ്പിച്ചല്ലോ, സഭയായിട്ട് നമ്മൾ വചനം പഠിക്കണം. അതേ ഉള്ളൂ നമുക്ക് അനുഗ്രഹമായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സത്യം നാം കാണുന്നത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 41-ഉം 42-ഉം വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി. ആരാണ് കണ്ടിന്യൂ ചെയ്തത്? കർത്താവിൻ്റെ വചനം കൈക്കൊണ്ടവർ. അവർ സ്നാനമേറ്റു, സഭയോടുകൂടെ ചേർന്നു. ഇത് ഓരോ പ്രാവശ്യം സമ്മതിക്കുന്ന കാര്യമാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോടുകൂടെ ചേർന്നു. പിന്നെ തുടർമാനമായിട്ട് പോകുന്ന കാര്യങ്ങളാണ് 42-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? അതിലൊന്നാമത്തേതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും. അതിപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ്? ബൈബിൾ സ്റ്റഡിയാണ്. നമ്മൾ സഭയായിട്ട് കടന്നു വന്ന് വചനം പഠിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള 25 സഭകൾ നോക്കുമ്പോൾ, അത് ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേട്ടറിവ് എനിക്കുള്ളൂ. അതായത് നമ്മുടെ മധ്യത്തിലുള്ള സഭാ മൂപ്പന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവര് അവരുടെ ജോലി കഴിഞ്ഞ്, അവർ പൂർണ്ണസമയ കർത്തൃവേലക്കാരല്ല. ഇന്ന് നമ്മൾ പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ അന്നത്തെ സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ വഴിയിൽ എവിടെയെങ്കിലും ഒരു കപ്പ് ചായ കുടിച്ച് ചാന്തുകാവ് വരയ്ക്കും, പ്ലാവേലിൽ സഭ വരയ്ക്കും പോയി റെഗുലറായിട്ട് ബൈബിൾ പഠിപ്പിച്ചിരുന്ന ഒരു തലമുറയാണ് നമുക്കുണ്ടായിരുന്നത്. അത്രയും വലിയ ഒരു ലെഗസിയാണ് നമുക്കുള്ളത്, ആത്മിക പൈതൃകമാണ് നമുക്കുള്ളത്. കാരണം എന്താണ്? They continued steadfastly in apostolic doctrine. അതിനൊരു മുടക്കം വരുന്നില്ല. എനിക്കല്പം സമയം സന്ദർഭം ഉണ്ടെങ്കിൽ പോകാമെന്നല്ല. ആഴ്ചതോറുമുള്ള മീറ്റിങ്ങുകളിൽ റെഗുലറായിട്ട് മുടക്കം കൂടാതെ എല്ലാവരും തന്നെ പങ്കെടുക്കുക. അന്ന് ചെറുപ്രായത്തിലുണ്ടായിരുന്ന വചനം ഇതുപോലെ പഠിച്ചവരാണ് ഇന്ന് ആ സഭയിലെ മൂപ്പന്മാരായിട്ടുള്ളത്. ഞാൻ പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരാണ് ഇന്ന് നേതൃസ്ഥാനത്തായിട്ട് ആ സഭകളെ നയിക്കുന്നത്. കാരണം അതുപോലെയുള്ളൊരു ഫൗണ്ടേഷൻ അവർക്ക് കിട്ടി. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും പിന്നെന്താ പറയുന്നത്?
കൂട്ടായ്മ കൂട്ടായ്മ ആചരിച്ചു വന്നോ? ഓക്കെ. ആ 4 കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോകാം. രണ്ടാമത്തേത്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മ ആചരിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മ സമയം എപ്പോഴാണ്? നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങിലാണ്. നമ്മൾ ആഴ്ചത്തോറും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കോട്ടേജ് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഭവനത്തിൽ എന്തുകൊണ്ടാണ്? ടു എൻജോയ് ദ ഫെലോഷിപ്പ്. നമ്മുടെ തമ്മിലുള്ള ആത്മീയ ബന്ധം കൂടുതൽ അടുക്കുവാൻ വേണ്ടി. അതിന് മധ്യത്തിലും വചനത്തിന്റെ സ്ഥാനമുണ്ട്. എന്നാൽ കോട്ടേജ് മീറ്റിങ്ങിന്റെ ഏറ്റവും കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ബ്രിങ് ഇൻ എ ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുക. അവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ടത് നിത്യതയിലും നാം ഒരുമിച്ചായിരിക്കും. അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത് ആ കൂട്ടായ്മയുടെ മാധുര്യം നമ്മൾ ആസ്വദിക്കുക. അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് എന്തുവാ? അപ്പം നുറുക്കി. ഞാനിവിടെ ഒരു ഫലിതരൂപയുടെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വേർപെട്ട സഭയിൽ എല്ലാ ഞായറാഴ്ചയിലും തിരുവത്താഴ് ശുശ്രൂഷ വേണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഞായറാഴ്ച യോഗത്തിൽ ഇതുപോലെ ആയിരിക്കും അറ്റൻഡൻസ്. ഞാനൊരു ഭാവനയിൽ പറയുകയാണ്. ആകെ ഞായറാഴ്ച എല്ലാവരും കടന്നു വരുന്നത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അയ്യോ, ചെന്നിട്ട് തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ദൈവമക്കളെ, അത് നമ്മുടെ ഒരു ബ്യൂട്ടിയാണ്. ദൈവവചന പ്രകാരം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇതുവരയ്ക്കും നമ്മൾ ആചരിക്കുന്ന ഒരു വിഷയമാണ്. അത് ചടങ്ങായി ചില സ്ഥലത്ത് മാറിയിട്ടുണ്ട്. നമ്മുടെ സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതിൻ്റെ ഏറ്റവും ഗൗരവത്തോടുകൂടി അതിനുവേണ്ടി നാം ഒരുമിച്ച് കൂടി വരുന്നു. അപ്പം നുറുക്കി, ബ്രേക്കിംഗ് ബ്രെഡ്. അതിനോടൊപ്പം പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മുടെ വീക്ക്ലി മീറ്റിംഗ്സ് എല്ലാം ആ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാം നമ്മുടെ സജീവ പങ്കാളിത്തം, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാനും സഭയുടെ എല്ലാ വിധത്തിലുള്ള ഓവറോൾ ഗ്രോത്തിന് വേണ്ടി നാം ഒരുമിച്ച് പണിയുന്ന വിധത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 2 വാക്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള സത്യമായതിനാലാണ് ഞാൻ പങ്കുവെച്ചത്. ഒന്ന് 2 തിമോത്തിയോസ് 3:16-17, മറ്റേത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങൾ. നാം ഉപമകളെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് അതിൻ്റെ അത്യാവശ്യ ചില ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു ആമുഖം എന്ന നിലയിൽ ഉള്ള ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജനാവലിയോടും അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരോടും ഉപമകളിൽ കൂടെ വലിയ സത്യങ്ങളാണ് പങ്കുവച്ചത്. സാധാരണ നമ്മൾ ഈ പാരബിൾസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ പാരബിൾസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ഞാൻ പറയാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയം തന്നെയാണ്. എ പാരബിൾ ഈസ് ആൻ എർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്. ഒരു ഉപമ എന്ന് പറയുന്നത് സാധാരണ ഒരു കേട്ട് കഥയാണ്, എന്നാൽ അതിന് സ്വർഗീയമായ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഉത്തരം ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി എർത്ത്ലി സ്റ്റോറി. എർത്ത്ലി സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത് തട്ടി ഇരിക്കുന്ന ഒരു കഥ. എന്നാൽ അതേസമയം അതിൻ്റെ വ്യാഖ്യാനമോ അതിൻ്റെ അർത്ഥമോ അത് സ്വർഗീയമായതാണ്. അതിൽ കൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഉപമകളിൽ കൂടെ ജനാവലിയോട് സംസാരിക്കുമ്പോഴും ഫരീശന്മാരോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രിയ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും അവരോട് ഉപമകൾ പറഞ്ഞ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ശിഷ്യന്മാരവർക്ക് വന്ന് ചോദിക്കും, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ പൊരുൾ എന്താണ്, അതൊന്ന് മനസ്സിലാക്കി തരണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവർക്ക് അത് അല്പം കൂടി വ്യാഖ്യാനിച്ച് അല്പം കൂടി അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കി അവരോട് പങ്കുവെച്ച് കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്.
ഉപമകൾ എന്ന് പറയുന്നത് ഒരു ബെഡ് ടൈം സ്റ്റോറി അല്ല. കുഞ്ഞുങ്ങളെ രാത്രി ഉറക്കാൻ വേണ്ടി നമ്മൾ ബെഡ് ടൈം സ്റ്റോറി കേൾപ്പിച്ചു കൊടുക്കും. അതുപോലുള്ള സ്റ്റോറീസ് അല്ല ഈ പാരബിൾസ് എന്ന് പറയുന്നത്, ഉപമകൾ എന്ന് പറയുന്നത്. പിന്നെയോ ദാറ്റ് ഈസ് ലൈക്ക് ആൻ അലാം ടു വേക്ക് യു അപ്പ്. നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഒരു അലാറം പോലെയാണ്. അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നാം ഉണരണം. അല്ലാതെ നമ്മൾ ഉറങ്ങി വിശ്രമിപ്പാൻ വേണ്ടിയുള്ളതല്ല ഈ ഉപമകൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായമായിരിക്കും. കാരണം ആ അധ്യായത്തിൽ ധാരാളം ഉപമകളെക്കുറിച്ച് അവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. അപ്പോൾ ദൈവമക്കൾ എല്ലാവരും ഒരു ഹോംവർക്ക് ചെയ്യണം. അടുത്ത ആഴ്ച നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ഈ 13-ാം അധ്യായം ശരിക്കൊന്ന് വായിച്ചിട്ട് വരണം. അതിനൊരു ചെറിയൊരു മെത്തേഡും കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ചിലപ്പോൾ വീട്ടിലത് വായിക്കും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഓഡിയോ ബൈബിളിൽ അത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഈ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം ഞാൻ ഈ ദിവസങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ അതിൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില ചാപ്റ്റേഴ്സ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് ആവർത്തിച്ച് ഇങ്ങനെ കേട്ടോണ്ട് ഇരിക്കും. യാത്ര ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ചിന്തയും പതറിപ്പോവുകയില്ല. അല്ലാതെ നമുക്കറിയാമല്ലോ, നമ്മൾ ചഞ്ചലമാനസരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവവചനം തന്നെ കേട്ടോണ്ടിരിക്കുക. വീട്ടിലായിരിക്കുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ അല്പം കൂടി അത് വായിക്കുക. ആ വിധത്തിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഈ അധ്യായത്തിലെ സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഉപമകളിൽ കൂടെ കർത്താവ് വലിയ സത്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ച് ഉള്ള ഉപമകളുണ്ട്. ദൈവം നമ്മെ ക്ഷമിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഉപമകളുണ്ട്. കൂടാതെ തമ്മിൽ സ്നേഹിക്കുക, ആ കാര്യം പങ്കുവെക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഉപമകളുണ്ട്. കൂടാതെ നമ്മൾ ധനം അല്ലെങ്കിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഉപമകളുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുണ്ട്. നമ്മെ ഉത്സാഹം പകരുവാനായിട്ടുള്ള ഉപമകളുമുണ്ട്. അങ്ങനെയാണ് ചിലത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് അടുത്ത ആഴ്ചകളിൽ നമ്മൾ സമയം കർത്താവ് നൽകുന്നതിനനുസരിച്ച് പങ്കുവെക്കുന്നത് ആയിരിക്കും. ഇംഗ്ലീഷിൽ ഇതിന് നമ്മൾ പറയുന്നത് പാരബിൾ എന്നാണ്. പാരബിൾ എന്ന് പറയുന്നത് അതൊരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു പദമാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാണല്ലോ ഈ പാരാബോല, എല്ലിപ്സ്, ഹൈപ്പർബോൾ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ പാരബിൾസ് വരുന്നത് പാരാബോൾ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ്. അതിനർത്ഥം ടു പ്ലേസ് ബിസൈഡ്, അടുത്ത് അല്ലെങ്കിൽ സദൃശ്യമാക്കി വെക്കുക. ആ അർത്ഥത്തിലുള്ള ഒരു വാക്കാണ് ഈ പാരബിൾ അല്ലെങ്കിൽ ഉപമ അല്ലെങ്കിൽ ദൃഷ്ടാന്തം അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളിൽ 48 പ്രാവശ്യമാണ് ഈ ഉപമ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഒരു സ്ഥലത്ത് മാത്രമേ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളൂ. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ ഉപമ എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്യം ഒന്ന് എടുത്ത് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ സാദൃശ്യം എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഗ്രീക്കിലും അവിടെ പാരാബോൾ എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപമ എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഗ്രീക്കിൽ തന്നെയുള്ള പാരോയിമിയ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സാദൃശ്യം എന്നാണ്. അത് മലയാളത്തിൽ അതുപോലെ തന്നെയാണ് തർജ്ജമ ചെയ്ത് ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
പഴയ നിയമത്തിലെ ഒരു ഉപമ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ആ വിധത്തിലുള്ള വിവരണമുണ്ട്. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് പഴയ നിയമത്തിലെ ഒരു ഉപമയായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ശമൂവേലിന്റെ 2-ാം പുസ്തകം, അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരയ്ക്കുള്ള വാക്യങ്ങൾ. ശമൂവേലിന്റെ 2-ാം പുസ്തകം, അതിൻ്റെ 1 മുതൽ 4 വരയ്ക്കുള്ള വാക്യങ്ങൾ. അതും നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. Second Samuel chapter 12 verses 1 through 4. മതി. അതൊരു ഉപമയായിട്ടാണ് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന്റെ മുൻപാകെ വന്ന് വിവരിച്ച് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാം കാണുന്നുണ്ട്, ദാവീദ് രാജാവ് ഭയങ്കരമായിട്ട്, ഹി വാസ് സോ ഫുൾ ഓഫ് ഫ്യൂറി, റാത്ത്, ദേഷ്യം അങ്ങേ അറ്റമായിരുന്നു. ആരാണ് മനുഷ്യനെന്ന് ചോദിച്ചപ്പോൾ നാഥാൻ എന്തോ പറഞ്ഞത്? നീ തന്നെ. യു ആർ ദ മാൻ, യു ആർ ദ മാൻ. ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചത് ഈ കാര്യം പങ്കുവെക്കുവാൻ വേണ്ടി. എന്നാൽ അവിടെ ഒരു ഉപമയിൽ കൂടെയാണ് നാഥാൻ പ്രവാചകൻ അത് ആദ്യമായിട്ട് രാജാവിനോട് അറിയിച്ചത്. അതിനുശേഷം പറഞ്ഞത്, ദാറ്റ് ഈസ് യു ആർ ദ മാൻ, യു ആർ ദ കൾപ്രിറ്റ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ വിധത്തിൽ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഉപമകളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2 തിമോത്തിയോസ് 3:16 17 നമ്മൾ വായിക്കുന്നത് അത് ഉപദേശത്തിന് മാത്രമല്ല, ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് ദൈവവചനം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിൽ കൂടെ ശിക്ഷകൾ തൻ്റെ ശിഷ്യന്മാർക്കും ആ അവിശ്വാസികൾക്കും പരീശന്മാർക്കും അവർക്ക് നൽകിയപ്പോൾ അതേ തിരുവെഴുത്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി. നമുക്കൊന്ന് 2 വാക്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിലൊന്ന് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 6-ാം അധ്യായം, അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ. മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. മതി. യെശയ്യാവിനുള്ള പുതിയ നിയോഗം എന്ന തലക്കെട്ടാണ് ആ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ഒരു എന്താ പറയുന്നത്, ഒരു അവസ്ഥ ഒന്ന് നോക്കിയേ. യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, നീ ചെന്ന് ജനത്തോട് ഇത് പറയണം, പക്ഷേ അതൊന്നും ഏക്കത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ കൊളോക്കിയൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊന്നും ഏക്കത്തില്ല. അവരുടെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമായിരിക്കും. യെരമ്യാ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്ത് പറഞ്ഞത്, നീ ചെന്ന് ഈ അരുളപ്പാട് ജനത്തോട് അറിയിക്കണം, എന്നാൽ അവർ അത് കേൾക്കുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നോട് കർത്താവ് പറയാണ്, നീ ചെന്നിട്ട് ഈ കാര്യങ്ങൾ ജനത്തോട് അറിയിക്കണം, എന്നാൽ നീ പറഞ്ഞൊന്നും അവർ കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പൊ ഞാൻ പറയും, കർത്താവ് എന്തിനാ പിന്നെ ഞാൻ പോയി പറയുന്നത്? ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു സ്പീക്ക്.
അങ്ങനെ പോയി പറയേണ്ട ആവശ്യമില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ എനർജി? എന്തുകൊണ്ട്? എന്നാൽ തൻ്റെ പ്രവാചകന്മാർക്ക് കർത്താവ് കൊടുത്ത നിയോഗം എന്ന് പറയുന്നത്, യു ബ്രിങ് മൈ വേർഡ് ടു ദ പീപ്പിൾ. ജനത്തോട് അത് അറിയിച്ചിരിക്കുക, അത് അറിയിച്ചുകൊണ്ടേയിരിക്കുക, സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കുക. 2-3 പേരുണ്ടെങ്കിൽ അവരോട് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഒരാളുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്താൽ മതി. ഈ കാര്യത്തിലൊന്നും ഒരു മുടക്കം ഒരിക്കലും വരരുത്. പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഡിസ്കറേജ് ആയിപ്പോവും. പക്ഷെ ആ സമയങ്ങളിലല്ല, ഞാൻ പ്രത്യേകമായിട്ട് രാജാവിൻ്റെ പേര് തന്നെ എടുക്കാം. രാജാവൻ ആ സമയങ്ങളെല്ലാം പറയും, ഡിസ്കറേജ് ഒന്നും ആകണ്ട, അതൊക്കെ സ്വാഭാവികമാണ്. യു കണ്ടിന്യൂ വിത്ത് യുവർ വൊക്കേഷൻ. സജിത് സഹോദരനുമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ സജിത്തും പറഞ്ഞു, അങ്കിളെ ഇതിലൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ലെറ്റ് us കണ്ടിന്യൂ ടു ഡു വാട്ട് വി ക്യാൻ. യെസ്, അത്രയും വാസ്തവമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതിലും തന്നെ നിന്ന് കോൺസിസ്റ്റൻസി കൊണ്ടുവന്ന് അതിൽ മുൻപോട്ട് പോവുക. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്സിനെ ഇപ്പോഴല്ലെങ്കിലും ഒരു സമയത്ത് തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത എന്തുമാത്രം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ ചില നാളുകൾക്ക് മുമ്പാണ് അത് മനസ്സിലാക്കിയത്. ഈ 6-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം വാക്യങ്ങൾ പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യമാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ വായിക്കാനായിട്ട് സമയമില്ല, എന്നാൽ റെഫറൻസസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം തന്നെ, അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. മത്തായി 13-ന്റെ 14-ഉം 15-ഉം. അതിനടുത്തത് മർക്കോസിന്റെ സുവിശേഷം, അതിൻ്റെ 4-ാം അധ്യായം 11-ഉം 12-ഉം. മർക്കോസ് 4-ന്റെ 11-ഉം 12-ഉം. ലൂക്കോസ് വായിക്കണ്ട അച്ഛൻ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യം. ലൂക്കോസ് 8-ന്റെ 10. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 39-ഉം 40-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 39-ഉം 40-ഉം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം, അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ഉം 27-ലും ഇതേ വാക്യം തന്നെയാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം, അതിൻ്റെ 26-ഉം 27-ഉം. ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിനെക്കുറിച്ച് പറയട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുമ്പോൾ ചില ഹൃദയം ഉരുകും, ചില ഹൃദയം കഠിനമാകും. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകന് അവിടെ സ്വന്തമായിട്ട് ഒന്നും പങ്കുവെക്കുവാനായിട്ടില്ല. പ്രവാചകന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കർത്താവ് നൽകുന്നത് അതുപോലെ തന്നെ ജനത്തോട് അറിയിക്കുക, അത്രയേ ഉള്ളൂ. സൂര്യൻ ഐസ് കട്ടയുടെ മേളിൽ വീണാൽ എന്ത് സംഭവിക്കും? മെൽറ്റാകും, അല്ലേ? സൂര്യകിരണം ഐസ് കട്ടയുടെ മേളിൽ വീണ് കഴിയുമ്പോൾ അത് മെൽറ്റാകും. എന്നാൽ ആ സൂര്യകിരണം തന്നെ കളിമണ്ണിന്റെ മേളിൽ വീണാലോ ഉണങ്ങി അത് കഠിനമാണ്. ഒരേ സൂര്യകിരണം തന്നെ, എന്നാൽ രണ്ടിന്റെ മേളിൽ വീഴുന്ന സമയത്തുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. വെൻ ഇറ്റ് falls on the ice cube or on an iceberg, it melts. But when it falls on clay, it gets hard. അപ്പോൾ അതുകൊണ്ട് അത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ചില ഹൃദയങ്ങൾ അത് ഉരുകും, എന്നാൽ ചില ഹൃദയങ്ങൾ വീണ്ടും കഠിനമായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ വിഷയമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന അരുളപ്പാട് അത് അറിയിക്കുക എന്ന് മാത്രം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക ഉപമകളിൽ കൂടെ വളരെ ലളിതമായിട്ട് തന്നെ ആ സത്യങ്ങൾ അവരോട് പങ്കുവെച്ചു. ഇനി അതിനോട് ബന്ധത്തിൽ വേറെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 34-ഉം 35-ഉം വാക്യങ്ങൾ. ആൻറ്റി 34. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും. ലോകസ്ഥാപനം മുതൽ എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാവുന്ന സംഗതി. ദൈവത്തിന് സ്തോത്രം. ഇതും ഉപമകളിൽ കൂടെ കർത്താവ് പലതും പങ്കുവെച്ചു എന്ന് പറയുന്നത് പ്രവാചകന്മാര് അവർ പ്രവചിച്ച വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അത് നിവൃത്തിയാകുവാൻ വേണ്ടി
എന്ന് നാം കാണുന്നു. ഈ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ 1-ാം അധ്യായം മുതൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവിടെ വിവിധ സ്ഥലങ്ങളിൽ ലേഖനക്കാരന്, മത്തായി എഴുതിയ സുവിശേഷം എഴുതിയ മത്തായി, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച വിഷയങ്ങൾ അതെല്ലാം നിവൃത്തിയാകുവാൻ തന്നെ എന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാം ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോഫസി, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച വിഷയങ്ങൾ അത് പൂർത്തിയാകുന്നു. ഇവിടെയും ആ കാര്യം തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രാരംഭം മുതൽ അവസാനം വരയ്ക്കും ആ കാര്യം നാം കാണുന്നുണ്ട്. ഇതിനോട് ബന്ധത്തിൽ ഒരു വാക്യം കൂടി വായിക്കുന്നത് നന്നായിരിക്കും. അത് സങ്കീർത്തനം 78-ന്റെ 2-ാം വാക്യം. സങ്കീർത്തനം അതിൻ്റെ 78-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. Psalm 78 verse 2. മതി. ഇപ്പോൾ മനസ്സിലായല്ലോ അവിടെ ഏത് പ്രവാചകൻ പറഞ്ഞത് അവിടെ നിവൃത്തിയാകുവാൻ സംഗതി വന്നത്. ഈ 78-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇതാരാ എഴുതിയിരിക്കുന്നത്? ഇത് ആസാഫാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചും ആസാഫിൻ്റെ ആ എഴുതിയെക്കുറിച്ചുള്ള ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. 2 ദിനവൃത്താന്തം അതിൻ്റെ 29-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. Chapter 29 verse 30. തലം കുരിച്ച്. അവിടെ ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദാവീദിൻ്റെയും ആസാഫ് ദർശകന്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു. അവർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തലകുനിച്ച് നമസ്കരിച്ചു. അപ്പോൾ ആ ആസാഫ് പ്രവചിച്ച വിഷയമാണ് ഇവിടെ നിവൃത്തിയാകുന്നത്. കർത്താവ് യേശു ക്രിസ്തു ജനത്തോട് സംസാരിച്ചപ്പോൾ ഉപമകളാൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ കർത്താവിനെ കുറിച്ച് പ്രവചിച്ച വിഷയം അത് നിവൃത്തിയാവാൻ സംഗതി വന്നു എന്നുള്ളത് എവിടെയൊക്കെയാണ് ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു വാക്യം മാത്രം ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. നമുക്ക് ആ ഭാഗം വളരെ നന്നായിട്ട് അറിയാം. അവിടെയും പറയുന്നത് ഇങ്ങനെയാണ്, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് അത് നിവൃത്തിയാവാൻ തക്കവണ്ണം അവൻ നസ്രേത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ പോയി പാർത്തു. ഓക്കെ, അതിന് ആത്മീയ അർത്ഥങ്ങൾ ധാരാളമായിട്ട് നാം കേട്ടിട്ടുണ്ട്, അതിലേക്ക് നാം പ്രവേശിക്കുന്നില്ല. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ദ കിങ്, കർത്താവ് യേശു ക്രിസ്തു രാജാധിരാജാവ് ആ വിധത്തിൽ ചിത്രീകരിച്ച് അവിടെ പറയുമ്പോൾ പഴയ നിയമത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചന വിഷയങ്ങൾ അവനിൽ നിവൃത്തിയായി എന്ന് സ്ഥാപിച്ച് പറയുന്ന സുവിശേഷമാണ്. അത് നമ്മൾ ഓർക്കുക. അടുത്തത്, നമ്മളൊരു വിഷയം പഠിക്കുന്ന സമയത്ത് 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒന്ന്, എങ്ങനെ പഠിക്കണം, ഹൗ ടു സ്റ്റഡി. രണ്ടാമത്തേത്,
എന്തിനു പഠിക്കണം? ഓക്കെ, വൈ സ്റ്റഡി? ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. നമ്മളൊരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, ഒരു വ്യക്തി വിശേഷത്തെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉള്ള ഒരു പരമ്പര, ഒരു സീരീസ് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ, അത് എങ്ങനെ പഠിക്കണം ഒന്ന്, രണ്ടാമത്തേത് എന്തിനു പഠിക്കണം, ഹൗ ടു ലേൺ, നെക്സ്റ്റ് ഈസ് വൈ ടു ലേൺ, എന്തുകൊണ്ട് ഞാൻ പഠിക്കണം. അപ്പം എന്തുകൊണ്ട് ഞാൻ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഉത്തരം ലഭിക്കുന്ന സമയത്താണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത്. വി ആർ നോട്ട് ലേണിംഗ് ഫോർ ദ സേക്ക് ഓഫ് ലേണിംഗ്. ഇപ്പോൾ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 38 യുവാക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അവരോട് ചില കാര്യങ്ങൾ കർക്കശമായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾ 38 പേരാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബ്രദറൻ ബൈബിൾ കോളേജ് അല്ല. നമുക്ക് ബൈബിൾ കോളേജസ് ധാരാളമുണ്ട്, നമ്മുടെ ബ്രദറൻ ബൈബിൾ കോളേജസ് തന്നെയുണ്ട്. എന്നാൽ പിതാക്കന്മാർ ഇത് ആരംഭിച്ചപ്പോൾ, 1989 ഇത് ആരംഭിച്ചപ്പോൾ, ഇതിന് കൊടുത്ത പേര് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും കോളേജും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ സ്കൂൾ എന്ന് പറയും. ഇപ്പോൾ ബethany ബൈബിൾ സ്കൂൾ എന്നാണ് കുമ്മനാട് ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത്. കാരണം അത് ഒരു വർഷത്തെ ഒരു കോഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പോൾ അവരതൊന്ന് 2 വർഷത്തേക്ക് ആക്കാനായിട്ട് ഉള്ളൊരു ഒരുക്കത്തിലാണ്. എന്നാൽ ഇത് ആരംഭത്തിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകത 2ആണ്. ഒന്ന്, ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പോൾ ഒരു കേരളത്തിൽ മാത്രം ബോർഡറിന് ഉള്ളിൽ നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നൊരു കാര്യമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കണം, ആ വിധത്തിലായിരുന്നു അവരുടെ ദർശനം. രണ്ടാമത്തേത്, തുടക്കത്തിൽ തന്നെ 3 വർഷത്തെ ഏഷ്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ അക്രഡിറ്റേഷനോട് കൂടെ ആരംഭിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്തുകൊണ്ടാണ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കൊടുത്തത്? എന്തുകൊണ്ട് കോളേജ് എന്ന് പേര് കൊടുത്തില്ല? പ്രാരംഭകാലത്ത് അതിലുണ്ടായിരുന്ന സാറുമാർ തന്നെ ആയിരുന്നു. PT അബ്രഹാം സാറായിരുന്നു, KA ഫിലിപ്പ് സാറായിരുന്നു, എല്ലാവരും സാറുമാരായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിന് ബ്രദറൻ ബൈബിൾ കോളേജ് എന്ന് പേര് കൊടുക്കാമായിരുന്നു. എന്നാൽ അവരതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കൊടുത്തു. അത് അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ടങ്ങ് സംഭവിച്ച വിഷയമല്ല. പറയും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ഉദ്ദേശിക്കുന്നത് പരിശീലിപ്പിച്ച് ഒരുക്കി അവരെ വിടുക. ടു ട്രെയിൻ ദം, നോട്ട് ജസ്റ്റ് ടു ടീച്ച് ദം. ഓക്കെ, ടീച്ചിങ് മീൻസ് നമ്മൾ പഠിപ്പിച്ചു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, പറഞ്ഞു വിട്ടു. ഇവിടെ ടീച്ചിങ് അല്ല നമ്മൾ നടത്തുന്നത്, പിന്നെയോ പരിശീലിപ്പിക്കുകയാണ്, ട്രെയിനിങ് ദം. അതുകൊണ്ടാണല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കി, അന്നത്തെ സമയത്ത് ദാനിയൽ സാറിൻ്റെ അന്നുണ്ടായിരുന്ന എൽഡേഴ്സ്, ജോഷി അപ്പച്ചനും മറ്റ് പ്രിയപ്പെട്ടവരും അവർ പറഞ്ഞത്, ഈ കുട്ടികൾ നമ്മുടെ സഭയിലേക്ക് വരുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ആദ്യം അവർക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം കൊടുക്കണം. എന്തുകൊണ്ടാണ്? അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ പരിശീലിപ്പിക്കാൻ, അവർക്ക് അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഉപമകൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും അതായിരിക്കണം. എന്തൊക്കെയാണ് ഉദ്ദേശം? നമുക്ക് ആദ്യം അത് നോക്കാം. ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വൈ സ്റ്റഡി ദ പാരബിൾസ്. എന്തുകൊണ്ട് ഈ ഉപമകൾ നാം പഠിക്കണം? ഒന്ന്, ബിക്കോസ് അതൊരു കൽപ്പനയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്മെൻറ്റ്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് നോക്കാം. എന്ന് ഉത്തരം പറഞ്ഞു. ആരോടെ പറഞ്ഞത്? ആ സ്ഥിതി ഒന്ന് നോക്കുക. അതിന് മുമ്പിലത്തെ അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ കർത്താവ് സ്നാനമേൽക്കുന്നു. ആ സ്നാനമേറ്റ് അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള ആ ശബ്ദം കേട്ടത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന എന്താണ്? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഫിസിക്കലി വിയറിയായി കഴിഞ്ഞപ്പോഴാണ് പിശാച് അവൻ്റെ മുൻപിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് പരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു.
അതിന് മറുപടിയായിട്ടാണ് 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട്. നമ്മൾ 2 തിമോത്തിയോസ് 3:16 വായിക്കുന്നത്, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ഇൻസ്പയർഡ്. ഒരു വള്ളിയോ പുള്ളിയോ അവിടെ നിന്ന് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് വി ആർ ടു ഒബേ ഓൾ ദ കമാൻഡ്മെന്റ്സ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ സ്ക്രിപ്ചർ. ഒരു വാക്കിന് പോലും നമുക്ക് മാറ്റിവെക്കുവാനായിട്ട് കഴിയുകയില്ല. പൂർണ്ണമായിട്ട് സകല തിരുവെഴുത്ത് നാം അനുസരിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതാണ് ഒന്നാമത്തേത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെല്ലാം അതിൻ്റെ 1/3 അത് ഉപമകളിൽ കൂടെയാണ്. 1/3 ഓഫ് ഓൾ ഹിസ് ടീച്ചിങ്സ് ആർ ത്രൂ പാരബിൾസ്. പ്രത്യേകിച്ച് പരീശന്മാരോട് നേരിടുമ്പോൾ, അതുപോലെ തന്നെ ശിഷ്യന്മാരോട് കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ എല്ലാം ഉപമകളിൽ കൂടെയാണ് സംസാരിച്ചത്. ഉപമകളുടെ 2 പ്രത്യേകത പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒന്ന്, ഇറ്റ് ഈസ് ലൈക്ക് എ മിറർ. അതൊരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഉപമ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ള അവസ്ഥ നമ്മൾ കാണുന്നത് ഉപമകൾ പഠിക്കുമ്പോഴാണ്. വി സീ അവർ ഓൺ സെൽഫ് വെൻ വി സ്റ്റഡി ദ പാരബിൾസ്. നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വലിയ സങ്കടമാണ് കേട്ടോ. ഈ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് പോലും എവറി ഡേ ഐ എം ലേബറിങ്, ഐ എം ഡൂയിങ് ഹാർഡ് വർക്ക്. ഓക്കെ, എന്തെങ്കിലും ഒരു മാറ്റം വരണം, ചെറിയ മാറ്റം വരുന്നു. പിന്നെ ആകെ പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നത് ബെൻസിയുടെ അടുത്ത് വന്ന്. ബെൻസി പറയും, ഓ ചേഞ്ച് ഉണ്ട്, ഇറ്റ്സ് കമ്മിങ് അപ്പ്. എന്നാലും ദൈവം സഹായിച്ച് വെയിറ്റ് കുറയുന്നു, വളരെ ജാഗ്രതയോടുകൂടി പോകുന്നു. അപ്പോൾ അവിടെയാണ് വി സീ അവർ ഓൺ സെൽഫ്. നമ്മുടെ ഉള്ള അവസ്ഥ നമ്മൾ കാണുന്നത് ആ ഫുൾ ലെങ്ത് മിററിന് മുന്നിലായിരിക്കുമ്പോൾ, ഉപമകൾ പഠിക്കുമ്പോൾ നമ്മുടെ സ്വയത്തെ കാണുവാനായിട്ടുള്ളൊരു സമയമാണ്. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ വിൻഡോ. അത് ഒരു ജനാല കൂടിയാണ്. ആ ജനാലയിൽ കൂടി കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ സത്യത്തെ നമ്മെ മനസ്സിലാക്കി തരും. സോ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എ പാരബിൾ ഈസ് ലൈക്ക് എ മിറർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ വിൻഡോ. ഇറ്റ് ഈസ് നോട്ട് എ ഫൗണ്ടേഷൻ. ഒരിക്കലും ഒരു ഉപമ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശമല്ല. അത് ഒരു ജനാലയാണ്. ഒരു അടിസ്ഥാനത്തിൽ പണിഞ്ഞിരിക്കുന്ന ഒരു വീടിൻ്റെ മുകളിലുള്ള ആ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഒരു ജനാലയാണ്. അതിൽ കൂടെ കർത്താവ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ നമ്മെ വെളിപ്പെടുത്തി തരികയാണ്. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു സ്റ്റഡി ദ പാരബിൾ. രണ്ടാമത്തെ ചോദ്യം, ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്? ഒന്ന്, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പങ്കുവെച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, സ്റ്റഡി ഈച്ച് പാരബിൾ ഇൻ ഇറ്റ്സ് ഒറിജിനൽ കോണ്ടെക്സ്റ്റ്. ഓരോ ഉപമകൾ നാം എടുത്ത്, കർത്താവ് അനുവദിച്ചാൽ അടുത്ത നാളുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സന്ദർഭം, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കി വേണം അത് പഠിക്കാൻ. ഒരു വോഗായിട്ട്, നമുക്കറിയാമുള്ള ചില ഉപദേശിമാർ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു ഭാഗം എടുത്തിട്ട് ആലിഗോറിക്കലായിട്ട്, അതായത് ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ ചേർത്തുകൊണ്ട് പങ്കുവയ്ക്കുക. അതിന് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ്, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഞങ്ങൾ ഒറീസയിലുള്ളപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ നല്ല ശമരിയക്കാരനെ കുറിച്ചുള്ള ഇത്, സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആലിഗറി, ആ കഴുതയുടെ ആദ്യത്തെ 2 കാല് അത് പഴയ നിയമവും, പുറകിലത്തെ 2 കാല് പുതിയ നിയമവും. അവിടെ ആ വൈൻ, എന്താ വീഞ്ഞ് അവിടെ ഒഴിച്ചു കൊടുത്തു. അത് കർത്താവിൻ്റെ രക്തത്തെയാണ് കാണിക്കുന്നത്. എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ഈ പറയുന്ന വ്യാഖ്യാനമൊക്കെ ആൾക്കാരെല്ലാം ഇങ്ങനെ ആശ്ചര്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. അതൊന്നും അല്ല അവിടുത്തെ വിഷയം. നല്ല ശമരിയക്കാരനെ കുറിച്ച് നമ്മൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും കാതലായ വിഷയമെന്ന് പറയുന്നത് യു ലവ് യുവർ നെയ്ബർ, ദാറ്റ്സ് ഓൾ. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. പിന്നെ
നമ്മൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ അതൊരു കോണ്ടെക്സ്റ്റായിട്ട് എടുത്ത് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ വിധത്തിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് അത് ശരിക്കും ദുർവ്യാഖ്യാനമാണ്. അതൊരിക്കലും അതിന് നമ്മൾ ചെവി കൊടുക്കുന്നത് നമ്മുടെ സമയം പാഴായിട്ട് പോകുന്നതാണ്. ഇത് പറഞ്ഞത് നമ്മൾ ഓരോ ഉപമകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി വേണം നമ്മൾ അത് പഠിക്കുന്നത്. രണ്ടാമത്തേത്, ലുക്ക് ഫോർ ദ മെയിൻ ട്രൂത്ത്. അതിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള സത്യം അത് ഗ്രഹിക്കുവാനായിട്ട് നാം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ ഡോണ്ട് ട്രൈ ടു ആലിഗറൈസ്. അതായത് ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ഭാവനയിൽ വരുന്ന അതിലുരുത്തിരിയുന്ന ചില കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഒരിക്കലും ജനങ്ങളോട് സംസാരിക്കരുത്, പങ്കുവെക്കരുത്. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. പാരബിൾസ് ആർ ടു ഇലസ്ട്രേറ്റ്, നോട്ട് ടു ഡിക്ലെയർ. ഓരോ ഉപമകളും അത് ദൃഷ്ടാന്തമായിട്ട്, സരളമായിട്ട്, ലളിതമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി വിവരിച്ച് പറഞ്ഞതാണ്. അത് ചില സിദ്ധാന്തങ്ങളെ, സത്യങ്ങളെ നമ്മളെ വിളിച്ചറിയിപ്പാൻ വേണ്ടി അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കുക. അവസാനമായിട്ട് ഒരു ഉപമ പഠിക്കുമ്പോൾ, ഓരോ ഉപമകൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കുവാനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം നമ്മൾ പഠിക്കാൻ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് സഹായകമായിരിക്കും. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കാരണം അതായിരിക്കും നമ്മുടെ ധ്യാന അധ്യായം. അതിൻ്റെ 13-ാം അധ്യായത്തിൽ തന്നെ, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏറ്റവും വിവരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. അതിൻ്റെ 3-ാം വാക്യം മുതൽ അതിൻ്റെ 9-ാം വാക്യം വരയ്ക്കുള്ളത്. അത് വിത്ത് വിതയ്ക്കുന്നവനെ കുറിച്ചുള്ള ഒരു ഉപമയാണ്. അത്രയും വാക്യം ഉപയോഗിച്ചാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിൻ്റെ 52-ാം വാക്യത്തിലേക്ക് ഒന്ന് വരിക, അതേ അധ്യായത്തിൽ തന്നെ. അവിടെ പറയുന്ന ഇങ്ങനെയാണ്: അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. എത്ര വാക്യമുണ്ട്? ഒരു വാക്യമുള്ളൂ അല്ലേ? ആ ഉപമ അല്ലെങ്കിൽ ആ പാരബിൾ അതിന് എത്ര വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്? ഒറ്റൊരു വാക്യം, 52-ാം വാക്യം മാത്രം. എന്നാൽ വേറെ ഉപമകൾ നമ്മൾ ആ അധ്യായത്തിൽ നോക്കുമ്പോൾ ചിലതിന് 4, 5, 6, ചിലതിന് 3, 2 അങ്ങനെയൊക്കെ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്യത്തിൽ തന്നെ ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എടുത്തു പറഞ്ഞത് ഇതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഉപമകൾ പഠിക്കുന്ന സമയത്ത് ഇത് വളരെ കാതലായ വിഷയമാണ്. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയങ്ങൾ നമ്മൾ ഓർത്തു വേണം പഠിക്കാൻ. ഒന്ന്, our responsibility is to learn the truth. സത്യം നമ്മൾ പഠിക്കുക. എങ്ങനെ പഠിക്കണം? ഒരു ശാസ്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ പഠിക്കണം. ലേൺ ദ ട്രൂത്ത്. ഇവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും. ലേൺ ദ ട്രൂത്ത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്. സത്യം പഠിക്കുക. സത്യം പഠിക്കുക, അത് ശ്രദ്ധയോടുകൂടെ പഠിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു പദം കണ്ടോ? ശാസ്ത്രി എന്ന്. ശാസ്ത്രി. പഴയ നിയമത്തിൽ ഒരു ശാസ്ത്രിയെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. ആരാണെന്ന് പറയാമോ? എസ്രാ ശാസ്ത്രി. നമ്മൾ എസ്രായെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് എസ്രാ ദ സ്ക്രൈബ്. എസ്രാ ദ സ്ക്രൈബ്. എസ്രാ ഒരു പുരോഹിതനും കൂടെ ആയിരുന്നു. ഹി വാസ് ഓൾസോ എ പ്രീസ്റ്റ്. അപ്പോൾ ശാസ്ത്രിമാരുടെ ആ സമയത്ത് പഴയ നിയമത്തിലെ എസ്രായെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ ട്രൂത്ത്. സത്യം വെളിപ്പെടുത്തി തന്നത് അതിനെ കാത്തു സൂക്ഷിക്കുക, അതിനെ അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അവർ അതിൽ നല്ല ബോധ്യമുള്ളവരാണ്.
ഇന്ന് നമ്മൾ സ്ക്രൈബ് അല്ലെങ്കിൽ ശാസ്ത്രിമാർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? നല്ല പരിജ്ഞാനമുള്ള പക്വതയുള്ളവരെ കുറിച്ചാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു ലേൺ ദ ട്രൂത്ത്. രണ്ടാമത്തേത് ടു ലിവ് ദ ട്രൂത്ത്. ആ സത്യത്തിൽ തന്നെ ജീവിക്കുക. ഒരു സത്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചു വേണം നാം ആയിരിക്കുക. ഇന്ന് ഞാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസിനോട് പറഞ്ഞ വിഷയം അതാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിശീലനം ലഭിച്ച് നിങ്ങൾ പോയി നിൽക്കുന്നത് എവിടെയാണ്? മാർക്കറ്റ് പ്ലേസിലാണ്. നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ചെന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഇത് വെളിപ്പെടുത്തി വേണം നിൽക്കാൻ വേണ്ടി. അത് അവരെ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ ഏത് സ്ഥലത്ത്, ദൈവമക്കളെ നമ്മളെ ഏത് സ്ഥലത്താണ് കർത്താവ് ആക്കിയിരിക്കുന്നത് അവിടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം TMM ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്കൊരു അൾട്രാസൗണ്ട് എടുക്കേണ്ടി വന്നു, ജസ്റ്റ് ഒന്ന് ഒരു വിവരം അറിയാൻ വേണ്ടി. അപ്പോൾ അതെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന സമയത്ത് ആ കൗണ്ടർ മാനേജ് ചെയ്യുന്ന അവിടെയുള്ള വേറെ പാരാമെഡിക്കൽ സ്റ്റാഫും അവരെയും സമീപനങ്ങൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് എയർ ചെയ്തു. അവരോട് തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വെളിയിൽ എഴുതിയിരിക്കുന്നത് ദിസ് ഈസ് എ ഹോസ്പിറ്റൽ വിത്ത് ഗോഡ്സ് സിഗ്നേച്ചർ. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ആശുപത്രി എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അഭിമാനം കൊണ്ട് പറയുന്നത്. ഇതിൻ്റെ ഓരോ കോണിലും ആയിരിക്കുന്ന ഓരോ ജോലിക്കാരനും അവൻ്റെ മനസ്സിൽ ഇത് ഭരിക്കണം. കാരണം ഒരു വിശ്വാസി അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്നൊരു അവിശ്വാസി ഒരു സമീപനത്തിൽ തന്നെ അദ്ദേഹത്തെ നേടാനായിട്ട് കഴിയും. ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്നാൽ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. വളരെ നല്ല താഴ്മയോടുകൂടി വിനയത്തോടുകൂടി സമീപിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ധാരാളം സ്റ്റാഫ് അവിടെ ഉണ്ട്. എന്നാൽ ചിലരങ്ങനെ അല്ല. അത് പറയേണ്ടി വന്നു. ഞാനത് പറഞ്ഞത് നമ്മളെ കർത്താവ് ഓരോ സ്ഥലത്ത് അങ്ങനെ ആക്കിയിരിക്കുന്നു. നമ്മൾ താമസിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന ആ സമൂഹത്തിൽ അവിടെ ഈ സത്യത്തിനനുസരിച്ച് നാം ജീവിക്കുക. അതിൽ നമ്മൾ 100% നീതി പുലർത്തുകയാണെങ്കിൽ ഈ പറയുന്ന വർഷാന്ത്യ സമയത്തുള്ള വലിയ കൺവെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഓരോരുത്തരുടെ സാക്ഷ്യവും ജീവിതത്തിൽ കൂടെ തന്നെ പലരെയും കർത്താവിലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി അതിൽ കൂടെ മാത്രം. മൂന്നാമത്തേത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഓൾസോ വി ഹാവ് റെസ്പോൺസിബിലിറ്റി ടു ഷെയർ ഇറ്റ്. നാം മനസ്സിലാക്കിയ സത്യം ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ പങ്കുവയ്ക്കുക. ഈ 3 കാര്യം ഓർക്കുക: ലേണിംഗ് ദ ട്രൂത്ത്, ലിവിങ് ദ ട്രൂത്ത്, ഷെയറിംഗ് ദ ട്രൂത്ത്. എസ്രാ പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എസ്രാ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എസ്രാ പുസ്തകം 7:10. 7-ാം അധ്യായത്തിലെ 10-ാം വാക്യം. പത്താം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. എസ്രാ മനസ്സ് വെച്ചു. എന്തിൽ? ഒന്ന്, പരിശോധിക്കുവാൻ. അതാണ് നമ്മെ സൂചിപ്പിക്കുന്നത് വെറുതെ വായിക്കുകയല്ല, പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, അത് അനുസരിച്ച് നടപ്പാനും. ലിവിങ് ദ ട്രൂത്ത്. മൂന്നാമത്തേത്, ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും. ടു ഷെയർ ദ ട്രൂത്ത്. ലേൺ ദ ട്രൂത്ത്, ലിവ് ദ ട്രൂത്ത്, ഷെയർ ദ ട്രൂത്ത്. എസ്ര ആ കാര്യത്തിൽ മനസ്സ് വെച്ചു. New applications of the old truth, new insights of the old principle, new understanding of old relationships. ഇതാണ് ഈ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, പഴയ സത്യത്തിൻ്റെ പുതിയ പ്രായോഗിക വശങ്ങൾ,
പഴയ തത്വത്തിൻ്റെ പുതിയ ഉൾക്കാഴ്ചകൾ. മൂന്നാമത്തേത് പഴയ ബന്ധത്തിൻ്റെ പുതിയ ആശയങ്ങൾ. ഇത് മനസ്സിലാക്കുവാനായിട്ട് ഉപമകൾ നമുക്ക് സഹായകമായിരിക്കട്ടെ. അതുകൊണ്ട് നാം ഈ ഉപമകളുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി അത് പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും അത് പങ്കുവെക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ചിന്തയോടുകൂടെ നമ്മൾ ഓരോ ആഴ്ചയും കടന്നു വരുമ്പോൾ, നമുക്ക് മാസത്തിൽ 2 ക്ലാസ്സേ ഉള്ളൂ, എന്നാൽ മുടക്കം കൂടാതെ നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ കാരണമായിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് തീർച്ചയായിട്ടും ഉറപ്പിച്ച് മുൻപോട്ട് നയിപ്പാനായിട്ട് അത് സഹായകമായിരിക്കും. പ്രാർത്ഥനയോടുകൂടെയും ഒരുക്കത്തോടുകൂടെയും, ഹൃദയത്തിൻ്റെ ഒരുക്കത്തോടുകൂടി കടന്നു വന്ന് വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സഭയായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.